വീടിന്ന് നമുക്ക് വിളിക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. പഞ്ചായത്ത് കയറി ഇറങ്ങുന്നു, എന്നിട്ടും ഒരു മാറ്റവും കിട്ടുന്നില്ല. നമ്മൾ ചെല്ലുമ്പോൾ നാട്ടുകാർ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ, സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്കാന്നുള്ളത്, അതുപോലും ഇവിടേക്ക് എത്തിക്കുന്നില്ല. അതാണ് ഒരു പ്രശ്നം. ലിറ്ററലി പറഞ്ഞാൽ ആളുകൾ നമ്മുടെ അടുത്ത് പറഞ്ഞു മടുത്തു. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് യുവജനങ്ങളാണ്. യുവജനങ്ങളുടെ കയ്യിലാണ് രാജ്യം ഭദ്രമായിരിക്കുന്നത്. യുവത്വത്തിന് കുറേ കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. രാഷ്ട്രീയത്തിന് അത്രയും കപടതകൾ കാണാത്ത ഒരാളാണ്. അഴിമതി രഹിത ഭരണം എന്നുള്ളത് യൂത്ത് ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. കാരണം നമ്മൾ എവിടെ ചെന്നാലും ഇന്ന് അതേ ഉള്ളൂ. ഇത്രയും നാള് ഭരിച്ചവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് നെഞ്ചിൽ തൊട്ട് പറയാൻ പറ്റും. ആതിര ഡി നായർ ജയിച്ചു വന്നാൽ ഏറ്റുമാനൂരിനെ ഞങ്ങൾ 1ാം സ്ഥാനത്തെത്തിക്കുമെന്ന് വാക്ക് തരുന്നു. നമ്മളിനി ഉദ്ദേശിക്കുന്നത് പറച്ചിലല്ല, പ്രവൃത്തി തന്നെയാണ്. ജയിച്ചു വരികയാണെങ്കിൽ ട്രീറ്റ് എന്തായിരിക്കും ജനങ്ങൾക്ക് കൊടുക്കുക? ട്രീറ്റ് എന്നുള്ളതല്ല, അവർക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ഏറ്റുമാനൂരിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ, അല്ലെങ്കിൽ BJPയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി ഏറ്റുമാനൂരിൻ്റെ സ്വന്തം ആതിരയാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത്. എങ്ങനെ പോകുന്നു പ്രചരണമൊക്കെ? വളരെ നന്നായിട്ട് പോകുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡേ ബൈ ഡേ കഴിയുന്തോറും ഓരോ ജനങ്ങളുടെ റെസ്പോൺസ് ഇങ്ങനെ കൂടുതൽ പോസിറ്റീവായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്കൊരു പോസിറ്റിവിറ്റി കൂട്ടിക്കൊണ്ടിരിക്കും. ആൾക്കാരൊക്കെ കാണുമ്പോൾ എന്താണ് പറയാറുള്ളത്? എല്ലാവരും ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഇപ്പോൾ പള്ളികളിൽ, അമ്പലങ്ങളിൽ അങ്ങനെയൊക്കെ പോകുമല്ലോ. പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓരോരുത്തരെ കണ്ടു വരുമ്പോൾ കുറേ ആൾക്കാർ നമ്മൾ കാണാത്തവരുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്തോട്ട് വരുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. വെച്ചാൽ നമ്മൾ അങ്ങോട്ടില്ല, നമ്മളെ കണ്ടിട്ട് അയ്യോ ഞങ്ങൾ കാണാനിരിക്കുകയായിരുന്നു, ഞങ്ങൾ കൂടെയുണ്ട്, ഫുൾ സപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. അതൊരു റെക്കഗ്നീഷൻ ആണല്ലോ. തീർച്ചയായും. ഇപ്പം BJPയിൽ വന്നു, 2020യുടെ ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പം ഇങ്ങനെ ഒരു പാർട്ടി പ്രവേശനമൊക്കെ ആഗ്രഹിച്ചിരുന്നോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു പാർട്ടി പ്രവേശനം എന്നുള്ള ഉപരി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ പണ്ട് കുഞ്ഞിലേക്ക് എപ്പോഴും വിചാരിച്ചിരുന്ന കാര്യമാണ്. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു അധികാരം ഉണ്ടായി, നമുക്കിങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ ഈസ് റിയൽ എന്ന് പറയുന്ന പോലെ പണ്ട് എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏറ്റുമാനൂരിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നം കുടിവെള്ളം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കർഷകരുടെ ഒരു പ്രശ്നം നമ്മുടെ റീസെൻ്റ്ലി പോയ കുറേ സ്ഥലങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്രശ്നമാണ്. റോഡുകൾ, പാലങ്ങൾ, ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഫണ്ടുണ്ട്, പക്ഷെ ഇവർ ചെയ്തു കൊടുക്കാത്തതാണ്. അത് അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നാട്ടുകാർ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 1-2 കോളനികളിലൊക്കെ പോയിരുന്നു. അവിടെയൊക്കെ എന്താ പറയുക, ജനവാസയോഗ്യമല്ലാത്ത തരത്തിൽ വീടിന്ന് നമുക്ക് വിളിക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അവരൊക്കെ പഞ്ചായത്ത് കയറി ഇറങ്ങുന്നു, എന്നിട്ടും ഒരു മാറ്റവും കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ അവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് നമ്മളാരും അല്ല, അല്ലെങ്കിൽ എന്തായിരുന്നു MLA ആയിട്ടുള്ള ആൾ. അപ്പോൾ അവിടെ നിന്നുള്ള ഫണ്ട് ഇതിപ്പോൾ നമുക്ക് കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ, സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്കാന്നുള്ളത്, അതുപോലും നമ്മൾ ഇവിടേക്ക് എത്തിക്കുന്നില്ല. അതാണൊരു പ്രശ്നം. അതൊരു എന്താ പറയുക, അവരുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ ഇതിൽ ജീവിക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ അറിയുന്നില്ല എന്താ പുറത്ത് നടക്കുന്നതെന്നുള്ള. ഇങ്ങനത്തെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ എന്ത് ലക്ഷറിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളതൊരു തോന്നൽ വന്നു തുടങ്ങി. അപ്പോൾ അത് ഉള്ളിൽ ആദ്യമേ ഒരു തോന്നലുണ്ടായില്ല, ഇപ്പോൾ അത് 10 ഇരട്ടിയായി കൂടി. കാരണം തീർച്ചയായിട്ടും ജയിച്ചു വന്നാൽ കുറേയേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ടെന്നുള്ള ഒരു വാശിയും ഇതൊക്കെ ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് കൂടി, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. ഇപ്പം ഇലക്ഷന് വേണ്ടി ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പം ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരോടും പറയാനുള്ളത്, കുറേയൊക്കെ ഇപ്പോൾ നമുക്ക് കണ്ടതിൽ നിന്ന് മനസ്സിലായത് എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ലിറ്ററലി പറഞ്ഞാൽ ആളുകൾ നമ്മുടെ അടുത്ത് പറഞ്ഞു മടുത്തു എന്നുള്ള ഈ ഒരു ലിറ്ററലി സെൻറ്റൻസ് എല്ലാവരും നമ്മുടെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്. ഒരു മടുത്തു, ഇനിയൊരു മാറ്റം എന്തായാലും വേണം. കാരണം അപ്പോൾ അത്രയും പ്രതീക്ഷ നമ്മളിൽ അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളതും അതാണ്. ഇപ്പോൾ നമ്മൾ യൂത്താണ്, ഇപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ യുവ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ യുവത്വത്തിന് കുറേ കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ രാഷ്ട്രീയത്തിന് അത്രയും കപടതകൾ കാണാത്ത ഒരാളാണ്. അപ്പോൾ അഴിമതി രഹിത ഭരണം എന്നുള്ളത് യൂത്തായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. കാരണം നമ്മൾ എവിടെ ചെന്നാലും ഇന്ന് അതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഫോക്കസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ചുകൂടെ എന്താ പറയുക, അതിനാണ് ഊന്നൽ നൽകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭരണമായിരിക്കും ഞാൻ കാഴ്ചവെക്കുക. അത് എനിക്ക് നല്ല ബോധ്യമുണ്ട്, എന്നെ അറിയുന്നവർക്കും നന്നായിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് ജനങ്ങളോട് തന്നെയാണ് പറയാനുള്ളത്, ഇത് മാറി ചിന്തിക്കാനുള്ള സമയമാണ്. ഇനിയും മാറണോ വേണ്ടിയോ എന്ന് ആലോചിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറി ചിന്തിക്കാനുള്ള സമയം നമുക്ക് അതിക്രമിച്ചു വരുന്നു. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഒരു നല്ല നാളേക്കായി
മുന്നോട്ട് വരും എന്ന് എനിക്ക് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്. ഇപ്പം രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് യുവജനങ്ങളാണ്. യുവജനങ്ങളുടെ കയ്യിലാണ് രാജ്യം ഭദ്രമായിരിക്കുന്നത്. അപ്പം യുവജനങ്ങളുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? അതും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഈ 2 ദിവസമായിട്ട് പോയ സ്ഥലങ്ങളിലൊക്കെ കൂടുതലും കുറച്ചുകൂടെ കുട്ടികൾ ഇന്നൊക്കെ ആണെങ്കിലും പള്ളിയിലൊക്കെ പോയ സമയത്ത് കുറേ കുട്ടികളെയും നമ്മുടെ ഏജിലുള്ളവരെയും യൂത്തായിട്ടുള്ള കുറേ ആൾക്കാരെ കാണാൻ പറ്റി. അപ്പോൾ അവരുടെയൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഞങ്ങൾ ഉറപ്പായിട്ടും ചേച്ചിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയും. പിന്നെ എൻ്റെ മെസ്സേജിൽ ഇൻസ്റ്റയിലൊക്കെ ഞാൻ കുറേയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ മെസ്സേജസ് വരുന്നുണ്ട്, ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങൾക്ക് ഈ സത്യാവസ്ഥ അവരൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ നമുക്ക് ഗൂഗിളിലൊക്കെ അവർ സെർച്ച് ചെയ്യും, നമ്മൾ അങ്ങനെ കുറേ മെസ്സേജസ് കണ്ടു. അതായത് ഞങ്ങൾക്കിതൊന്നും മുന്നേ അറിയില്ലായിരുന്നു, പറഞ്ഞതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയത്. അല്ലെ നമ്മൾ പറഞ്ഞതാണ് ശരി എന്നുള്ള, കുറേ കാര്യങ്ങൾ വിചാരിച്ച് വെച്ചിരുന്നത് തെറ്റായിരുന്നു എന്ന ബോധ്യം വന്നു എന്നുള്ള രീതിയിൽ കുറേ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ അവരും പറയാണ് ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഞങ്ങളും ഇപ്പോൾ ശരിക്കും മാറി ചിന്തിക്കുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും ഫുൾ സപ്പോർട്ടാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതും നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. ലൈക്ക് യൂത്ത് നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു ഇതൊരു കിട്ടുമ്പോൾ ഒരു ഭയങ്കര പോസിറ്റിവിറ്റി. തീർച്ചയായും ശക്തമായ ത്രികോണ മത്സരം തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ഇടം തന്നെയാണ് ഏറ്റുമാനൂർ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് മറ്റു സ്ഥാനാർത്ഥികളുമായിട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു വിജയ സാധ്യതയൊക്കെ എങ്ങനെയാണ് നോക്കുകയാണ്? അതിപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളടക്കം പറഞ്ഞു മടുത്തു എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇത് നമ്മളായിട്ട് പറഞ്ഞുണ്ടാക്കുന്നതല്ല, ജനങ്ങളായിട്ട് പറയുന്നതാണ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു വികാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എത്രമാത്രമായിരുന്നു ഇതുവരെ നമ്മൾ കണ്ട ഭരണം എന്നുള്ളത്. നമ്മളിപ്പോൾ ആരെയും കുറ്റം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, എല്ലാവരും കണ്ടിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മളിനി ഉദ്ദേശിക്കുന്നത് പറച്ചിലല്ല, പ്രവൃത്തി തന്നെയാണ്. അതിനുള്ള എന്താ പറയുക എക്സാമ്പിൾസ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നമ്മൾ കുറേ ആൾക്കാർക്ക് പേഴ്സണലി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളിൽ ഒരു എന്താ പറയുക ഒരു വിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഒരു ത്രികോണ മത്സരം തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ തന്നെ പറയാനുള്ളൂ. ഇപ്പം അക്ഷരനഗരിയായ കോട്ടയത്തിലെ ഏറ്റുമാനൂർ എന്ന മണ്ഡലത്തിൽ നിന്ന് നിൽക്കുമ്പോൾ ഫസ്റ്റ് ജയിച്ചു വരികയാണെങ്കിൽ ഫസ്റ്റ് ട്രീറ്റ് എന്തായിരിക്കും ജനങ്ങൾക്ക് കൊടുക്കുക? എനിക്ക് തോന്നുന്നു ട്രീറ്റ് എന്നുള്ളതല്ല, അവർക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. അവർക്ക് ആവശ്യം ഇപ്പോൾ നമ്മുടെ കുറേ ഇങ്ങനെയുള്ള വാക്കുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമല്ല. അവർക്ക് ആവശ്യമുള്ളത് അവരുടെ നാടിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക സുസ്ഥിരമായിട്ടുള്ള ലൈഫിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പം ഏറ്റവും ആദ്യം തന്നെ എന്തായാലും എല്ലാവരെയും പോയി കാണാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. ഈ പറഞ്ഞ പോലെ വീട് സന്ദർശനം നമുക്ക് നടക്കില്ല, ജയിക്കുകയാണെങ്കിൽ കേട്ടോ നടക്കില്ല. പക്ഷേ എന്നിരുന്നാലും ഓരോ നാട്ടിലും ചെന്ന് നമ്മളെല്ലാവരെയും കാണാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ ഒന്നുകൂടെ ഊന്നൽ നൽകും. അവർക്ക് അപ്പം എനിക്കൊരു ഉറപ്പ് കൊടുക്കാനോട്, ഇപ്പം നമ്മൾ പറയുന്നത് ജയിച്ച് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും, ആ സമയത്ത് അങ്ങനെ ആവില്ല, നമ്മൾ ഉറപ്പ് കൊടുക്കാനായിരിക്കും തന്നിരിക്കും എന്ന് പറയും. അതെ, തന്നിരിക്കും, അങ്ങനെ പറയാനാണ് ജയിച്ചു കഴിഞ്ഞാൽ ചെല്ലുക. എന്താണേലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. എങ്ങനെയാണ് ആതിരയുടെ ഒപ്പമുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഞാൻ മൈനോറിറ്റി മോർച്ചയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ്. നമ്മുടെ സമുദായത്തിൽ നല്ലൊരു മാറ്റം ഉണ്ട്. അത്യാവശ്യമായിട്ട് നമുക്കറിയാം, ഞാൻ പല മേഖലയിലും ആ സ്ഥാനാർത്ഥിയിൽ ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ നമ്മൾ വിവിധ പള്ളികളിൽ പോയി സന്ദർശിച്ചു. അപ്പം അവിടെ നിന്നൊക്കെ ആൾക്കാരുടെ വിശ്വാസികളുടെയും ഒരു പ്രതീക്ഷയുണ്ട്, മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ എന്നോടൊക്കെ പേഴ്സണലായിട്ട് ആൾക്കാർ മാറ്റി സംസാരിക്കുന്നു, നിങ്ങൾ ശരിക്കും ഇപ്രാവശ്യം വർക്ക് ചെയ്ത് വേണം, അപ്പം ഞങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഈ 2 മുന്നണിയുടെ ഭരണം ആൾക്കാരും അടുത്തു. അപ്പം നമുക്ക് ആളുടെ വിചാരം, അവർക്ക് പുതിയ വോട്ടേഴ്സർക്ക് സംശയം, അവർക്ക് ഇങ്ങനെ നമ്മുടെ NDAക്ക് വോട്ട് ചെയ്താൽ ജയിക്കുമോ, ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട്, 2 മുന്നണി നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഓരോ യൂത്തിൻ്റെ ഇടയിലാണ് ഒരു ആവേശമായി മാറുന്നുണ്ട്. വനിതകളുടെ ഇടയിൽ അതിലേക്ക് നല്ലൊരു ഡിമാൻഡ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊരു സാധ്യത നല്ല രീതിയിൽ കാണുന്ന ഇതാണ്. അതെ, പ്രൊഫഷണലി അതൊരു ടീച്ചറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഉണ്ടോ നമുക്ക്? അതൊരു കമൻറ്റിൽ 1-2 കമൻറ്റ്സ് ഞാൻ അങ്ങനെ കണ്ടിരുന്നു. ടീച്ചർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നു എന്നുള്ള രീതിയിൽ 1-2 കമൻറ്റ്സ് കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ശരിയാണ്, ആ ഒരു പ്രൊഫഷൻ നമ്മളിതിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക സഹായിക്കും. കാരണം ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കുഞ്ഞിൻ്റെ ആ ക്ലാസ്സിലിരിക്കുന്ന അത്രയും കുഞ്ഞുങ്ങളുടെയും പേഴ്സണലി നമ്മൾ അവരുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ചുകൂടെ യൂത്ത് ആയിരുന്ന ടൈം, നമ്മൾ ആ ഒരു ടൈമിലാണല്ലോ ടീച്ചിങ് കയറുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കുട്ടികൾക്കൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മുടെ അടുത്ത്. അപ്പം കുറേ കുഞ്ഞുങ്ങൾ അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് വരെ നമ്മുടെ അടുത്ത് വന്ന് പറയുമായിരുന്നു. അപ്പം അതേ ആ ഒരു എന്താ പറയുക ആ ഒരു നേച്ചർ അല്ലെങ്കിൽ ആ ഒരു രീതി നമുക്ക് ഈ ഒരു എന്താ പറയുക ജനപ്രതിനിധി എന്നുള്ള രീതിയിലോട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് അത് യൂസ്ഫുൾ ആവുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കൺവേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ വളരെ എന്താ പറയുക ആളുകളുടെ ഉള്ളിലേക്ക് അത് എത്തുന്നുണ്ട്. ആൾക്കാരെ കുറച്ചുകൂടെ കൂടുതലായിട്ട്
മനസ്സിലാക്കാൻ അത് ആ സാധിക്കുന്നുണ്ട്. കമന്റ്സ് കണ്ടപ്പോഴാണ് ആക്ച്വലി എനിക്ക് മനസ്സിലായത് അവരിങ്ങനെ ചിന്തിച്ചു, അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു, വ്യക്തമായിട്ട് മനസ്സിലാവുന്നു എന്നുള്ളത്. ഞാൻ BJPയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം ആതിരയുടെ കൂടെ പോകുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഒത്തിരി മാറ്റം ആഗ്രഹിക്കുന്നു ജനങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ആതിരയോട് എല്ലാവരും ചോദിക്കുന്നത് എന്തായിരിക്കും ആതിര ഈ നാടിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ പോയിടത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നാൾ ഭരിച്ചവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് നെഞ്ചിൽ തൊട്ട് പറയാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനം, മറ്റൊന്ന് നമ്മുടെ ഏറ്റുമാനൂരിലെ ജനങ്ങൾക്ക് കുടിവെള്ളം, അതായിരിക്കാം ഏറ്റവും ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ കുമരകം, ആർപ്പൂക്കര, അയ്മനം അങ്ങനെയുള്ള പഞ്ചായത്ത്, അതിന് ഏറ്റവും ഉദാഹരണമാണ് പ്രാപ്പുഴ പാലം. BJP അയ്മനം പഞ്ചായത്തിൽ ജയിച്ചു വന്ന ഉടനെ PT ഉഷയുടെ ഫണ്ടിൽ നിന്നും 3 മാസം കൊണ്ട് ഫണ്ട് സ്വരൂപിച്ച് ആ പ്രാപ്പുഴ പാലം പണിയാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ആതിര D നായർ ജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും MP ഫണ്ട്, MLA ഫണ്ട് എല്ലാം ഉപയോഗിച്ച് ഏറ്റുമാനൂരിനെ ഞങ്ങൾ 1ാം സ്ഥാനത്തെത്തിക്കുമെന്ന് വാക്ക് തരുന്നു.